ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു ദ ക്ലാസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ജനറൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ ആണ്. എങ്ങനെ? ത്രൂ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് കൂടെയുള്ള ജനറൽ ഡിഫറൻഷ്യൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. ഓക്കെ, ആദ്യമേ നമ്മൾ ഒരു സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു. നമ്മളൊരു സിലിണ്ടർ കൺസിഡർ ചെയ്യുന്നു, അതിൻ്റെ ഒരു പോയിൻ്റ് എടുക്കുന്നു, ഒരു പോയിൻ്റ് പി എടുക്കുന്നു. അവിടെ ഒരു പോയിൻ്റ് എടുക്കുമ്പോൾ നമ്മൾ അടയാളപ്പെടുത്തുന്ന കോർഡിനേറ്റ്സ് ആർ, ഫൈ, ഇസഡ് എന്നുള്ളതാണ്. ഇതിലെ ആർ എന്താണ്? ആർ എന്ന് പറയുന്നത് അതിൻ്റെ എക്സ് വൈ ആക്സിസിൽ, ഇതിൻ്റെ ബേസിൽ എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതിൻ്റെ സെൻറ്ററിൽ കൂടെ പോകുന്നത് ഇസഡ് ആക്സിസ്. ഓക്കെ, ഇതിൻ്റെ ബേസിൽ നിന്നും എക്സ് വൈ ആക്സിസിലെ ഇതിൻ്റെ ബേസിൽ നിന്നും ആ പോയിൻ്റ് വരെയുള്ള ദൂരം, ഈ പോയിൻ്റ് വരെയുള്ള ദൂരമാണ് ആർ എന്ന് പറയുന്നത്. ഈ പോയിൻ്റ് ഇപ്പോൾ നമുക്ക് ഇവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം, ഇവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം, ഇവിടെ വേണമെങ്കിലും കൺസിഡർ ചെയ്യാം. അപ്പോൾ എന്ത് വരും? ആർ എന്നുള്ള ഡിസ്റ്റൻസ് ഈ പോയിൻ്റാണ് എടുക്കുന്നതെങ്കിൽ ആർ എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ഈ ഡിസ്റ്റൻസ് വരും. ഓക്കെ, ഇനി ഫൈ എന്താണ്? ഫൈ എന്താണ്? അത് ആംഗിളാണ്. എക്സ് വൈ ആക്സിസ്, അതിൻ്റെ ബേസ് പ്ലെയിനിൽ നിന്നും ഈ പോയിന്റിലേക്ക് എത്ര ദൂരമാണോ അതാണ് ഫൈ എന്ന് പറയുന്നത്. ഈ പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഈ ആക്സിസിൽ നിന്നും എത്ര ദൂരമാണ് മാറിയാണ്, അതാണ് ഫൈ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇസഡ് എന്ന് പറയുന്നത് എന്താണ്? ഇസഡ് എന്ന് പറയുന്നത് ഈ പോയിന്റിലേക്ക്, ഈ പോയിൻ്റാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ആ പോയിന്റിലേക്ക് ബേസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, അതാണ് ഇസഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ റൈറ്റ് സൈഡിലെ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, അതിൽ നമ്മൾ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കുമ്പോൾ എന്താണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുന്നത്? ഏതെങ്കിലും ഒരു ചെറിയ വോളിയത്തിനാണ് എടുക്കുന്നത്. അപ്പോൾ ഈ സിലിണ്ടറിൻ്റെ ഒരു ചെറിയ വോളിയം, ഈ ഒരു സർഫസിലെ ഈ ഒരു ചെറിയ വോളിയം എടുക്കുന്നു, അതിനെ ചെറിയൊരു പാർട്ട് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ സൈഡ്സ്, അതിൻ്റെ ആംഗിൾസ്, അതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കിയതിന് ശേഷം അതിൽ കൂടെ ഒരു ഹീറ്റ് പാസ് ചെയ്യുന്നുവെന്ന് കൺസിഡർ ചെയ്യുന്നു, പല ഡയറക്ഷനിലും കൂടെ പാസ് ചെയ്യുന്നുവെന്ന് കൺസിഡർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ എന്താണ് നമ്മുടെ ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ത്രൂ സിലിണ്ടറിക്കൽ കോർഡിനേറ്റിലെ ഇക്വേഷൻ നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആർ ആയിട്ട് എടുക്കുകയാണ്. എന്തുകൊണ്ടാണ് അത് ഡി ആർ ആയിട്ട് എടുത്തത്? തൊട്ടു ഫ്രണ്ടിലുള്ള ഫിഗറിൽ നമ്മൾ നോക്കിയായിരുന്നു, ഡി ആർ എന്നെടുത്തത് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ആറാണ്. അപ്പോൾ ആ ലെങ്തിൽ തന്നെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ആർ. ഓക്കെ, ഇനി ഈ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? ഈ ലെങ്ത് എന്ന് പറയുന്നത് നമുക്ക് ആർ ഡി ഫൈ എന്ന് കിട്ടും. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ അല്ല, കെർവ്ഡ് പാത്താണ്. എന്താണ്? ഇത് സിലിണ്ടറാണ്. അത് കെർവ്ഡ് പാത്ത് എന്ന് പറയുമ്പോൾ ഇത് ആർക്ക് ലെങ്ത് ആണ്. നമ്മൾ ആർക്ക് ലെങ്ത് കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ആർക്ക് ലെങ്ത് റേഡിയസ് ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് ഇൻറ്റു ആംഗിൾ. ഓക്കെ, അപ്പോൾ എന്ത് വരും? ഇവിടുത്തെ ആംഗിൾ എന്ത് വരും? സെൻട്രലിൽ നിന്നും ഈ ആംഗിൾ എന്ത് വരും? ഇത് ഫൈ ആണെങ്കിൽ ഈ ആംഗിൾ ഡി ഫൈ ആയിട്ട് വരും. ആർ ഇൻറ്റു ഡി ഫൈ എന്ന് വന്നു, ആർ ഇൻറ്റു ഡി ഫൈ. അപ്പോൾ ഈ ഡിസ്റ്റൻസ് ആർ ഇൻറ്റു ഡി ഫൈ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ ഡിസ്റ്റൻസോ? ഈ ഡിസ്റ്റൻസ് എന്താണ്? ഇസഡ് ഡയറക്ഷനിലല്ലേ. അപ്പോൾ ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമുക്ക് ഡി ഇസഡ് ആയിട്ട് എടുക്കാം. ഇനി ഈ ഡിസ്റ്റൻസ് എന്തായിട്ട് എടുക്കാം? ഡി ആർ ആയിട്ട് എടുക്കാം. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ആർ ഡയറക്ഷനിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് വരച്ച് നോക്കാം. ഇതിനെ ഒന്ന് വരച്ച് ഇച്ചിരി സ്കെയിൽ ചെയ്ത് വലുതാക്കി നമുക്കൊന്ന് വരച്ചിട്ട് അതിലേക്കുള്ള ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഫസ്റ്റിൽ ബാക്കിലെ സൈഡ് കർവ്ഡ് ഫേസ്. ഓക്കെ, കർവ്ഡ് ഫേസ്. ഇത് ബാക്ക് സൈഡ്. ഓക്കെ, അത് നമുക്ക് ഡോട്ടഡ് ലൈനായിട്ട് നമുക്ക്
അടയാളപ്പെടുത്താം. ഓക്കെ, ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സൈഡ്സ് ഏതൊക്കെയാണ്. ഈ സൈഡ് നമുക്ക് കിട്ടി എന്താണ്, ആദ്യം നമ്മൾ കണ്ടുപിടിച്ചിരുന്നു RD5 എന്ന് കിട്ടി. ഇത് എന്തുകൊണ്ടാണ് കിട്ടിയത്? റേഡിയസ് ഇൻറ്റു ആർക്ക് ലെങ്ത്. ഇനി ഈ സൈഡ് ഏതാണ്? ഈ സൈഡാണ് DR എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ ഹൈറ്റ് എന്ത് വരും? DZ എന്ന് വരും. ഓക്കെ, ഇനി നമ്മൾ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്നത് ഫസ്റ്റിൽ ഇവിടുത്തെ ഹീറ്റ് കണ്ടക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകാം. എന്താ, ഈ ഫേസിന് നമ്മൾ ABCDEFGH എന്ന് പേര് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ABCD എന്ന ഫേസിൽ കൂടി ഈ ഫേസിൽ കൂടി QR എന്ന ഹീറ്റ് കയറുകയാണ്. ഓക്കെ, അവിടെ വരയ്ക്കേണ്ട, നമുക്ക് താഴെയായിട്ട് വരയ്ക്കാം. QR എന്ന ഹീറ്റ് എൻ്റർ ചെയ്യുന്നു, QR. ഇനി അത് DR ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്ത് വരുമ്പോഴത്തേക്ക് QR പ്ലസ് DR എന്ന് കിട്ടി. ഓക്കെ, ഇനി Z ഡയറക്ഷനിൽ വരുമ്പോൾ QZ, അത് DZ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തപ്പോൾ എന്ത് വന്നു? QZ പ്ലസ് DZ എന്ന് വന്നു. ഓക്കെ, ഈ ലെങ്ത് DZ ആയതുകൊണ്ടാണ് ഇത്രയും തിക്നെസ് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ QZ പ്ലസ് DZ എന്ന് കിട്ടി. ഇനി ഇതുവഴി പാസ് ചെയ്യുമ്പോൾ ഇതെന്താണ്? Q5 എന്താണ്? 5 ഡയറക്ഷനിലാണ്, അതായത് ഈ ഡയറക്ഷനിലാണ്. ഓക്കെ, അത് എൻ്റർ വരുമ്പോഴത്തേക്ക് Q5 പ്ലസ് D5 എന്ന് കിട്ടി. ഇനി ഇതിൻ്റെ വോളിയം എന്താണ്? ഈ ഒരു എലമെൻറ്റിൻ്റെ സിലിണ്ടറിക്കൽ വോളിയത്തിൻ്റെ എലമെൻറ്റിൻ്റെ എന്താണ് വോളിയം വരുന്നത്? എന്താ, ഈ സൈഡ് RD5 ഇൻറ്റു ഈ സൈഡ് DR ഇൻറ്റു ഡിസ്റ്റൻസ് DZ. ഓക്കെ, അപ്പോൾ എന്ത് വന്നു? വോളിയം എന്ന് പറയുന്നത് RD5 DZ എന്ന് കിട്ടി. ഇനി നമ്മൾ റെക്റ്റാങ്കുലർ കോർഡിനേറ്റ് ചെയ്ത പോലെ തന്നെ നമുക്കിവിടെ എന്ത് ചെയ്യാം? ബൈ അപ്ലൈയിങ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്താണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത്? എനർജി കൺസർവേഷൻ പ്രിൻസിപ്പിൾ അല്ലേ? അപ്പോൾ ഈ ഫിഗറിൽ നിന്ന് നോക്കിയതാണ് ഹീറ്റ് ഇൻഫ്ലോ പ്ലസ് അവിടെ ഹീറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത് QG ഈക്വൽസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു എനർജി കണ്ടൻറ്റിൻ്റെ ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതാണ് ചേഞ്ച് ഇൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. പ്ലസ് എന്താണ്? ഹീറ്റ് ഔട്ട്ഫ്ലോ. ഓക്കെ, ഹീറ്റ് ഔട്ട്ഫ്ലോ. ഇനി ഹീറ്റ് ഇൻഫ്ലോ എന്താണ്? നമ്മൾ എങ്ങനെ നൊട്ടേറ്റ് ചെയ്യാം? QR ആയിട്ട് നൊട്ടേറ്റ് ചെയ്യാം. പ്ലസ് QG എന്താണ്? ഹീറ്റ് ജനറേഷൻ ഈക്വൽസ് ചേഞ്ച് ഇൻ എൻതാൽപ്പി എങ്ങനെ എഴുതാം? DH/DT എന്ന് എഴുതാം. പ്ലസ് ഹീറ്റ് ഔട്ട്ഫ്ലോ എന്താണ് വരുന്നത്? QR പ്ലസ് DR. അതെന്തുകൊണ്ട് QR പ്ലസ് DR വന്നു? പ്രീവിയസ് ഫിഗറിൽ നമുക്ക് നോക്കിയാൽ നമ്മൾ ആദ്യം പഠിച്ചു, ഇവിടുന്ന് എൻ്റർ ചെയ്യുന്നത് QR ആണ്, എക്സിറ്റ് ചെയ്യുന്നത് QR പ്ലസ് DR ആണ്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ മെയിൻ ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഓരോ ടേമും നമ്മൾ കണ്ടുപിടിച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് വാല്യൂസ് കിട്ടുന്നത്. പിന്നെ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളിത് ഡിറൈവ് ചെയ്യുന്നത് 1 ഡയമെൻഷണൽ ഇക്വേഷൻ മാത്രമേ ഉള്ളൂ. 3 ഡയമെൻഷണൽ വരുവാണെങ്കിൽ നമുക്ക് QZഉം ഓൾസോ നമുക്ക് Q5ഉം കൺസിഡർ ചെയ്യേണ്ടി വരും. അത് വലിയൊരു ഡെറിവേഷനിലേക്ക് പോവുക, അത് നമുക്ക് വേണ്ട. ഇപ്പോൾ 1 ഡയമെൻഷനിൽ മാത്രം നമ്മൾ കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? ആദ്യം QR അതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് ഇപ്പുറത്ത് വരണം. QR മൈനസ് QR പ്ലസ് DR. ഓക്കെ, അതൊരുമിച്ച് എഴുതിയേക്കാം. കാരണം എന്താ? QR പ്ലസ് DR റൈറ്റ് സൈഡിലുള്ളതിന് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവന്നു, അപ്പോൾ മൈനസ് QG ഹീറ്റ് ജനറേഷൻ ഈക്വൽസ് എന്ത് വന്നു? DH/DT എന്ന് വന്നു, ചേഞ്ച് ഇൻ എൻതാൽപ്പി. ഇനി ഇതിലെ QR എന്താണ്? QR എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട് ഫ്രം 4 ഇയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. എന്താണ്?
മൈനസ് കെ എ ഡി ടി ബൈ ഡി ആർ. ഓക്കെ, ഇത് ആർ ആയതുകൊണ്ട് ആർ ഡി ടി ബൈ ഡി ആർ. ഓക്കെ, അപ്പം നമുക്ക് ക്യു ആർ കിട്ടി. ഇനി ഇതിനകത്ത് ഏരിയ എന്താണ്? ഈ ഏരിയയുടെ ഇക്വേഷൻ എന്താണ്? ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്നു, ഹീറ്റ് ഏത് വഴിയാണോ ഫ്ലോ ചെയ്യുന്നത്, അതായത് പെർപെൻഡിക്കുലർ ഏരിയ, ഹീറ്റ് ഫ്ലോ ചെയ്യുന്നതിന് പെർപെൻഡിക്കുലർ ഏരിയ ആയിരിക്കും. ഓക്കെ, നമ്മൾ വരച്ച ഫിഗറിൽ നിന്ന് നോക്കാം. ഈ ക്യു ആർ കൺസിഡർ ചെയ്യുന്ന അതിൻ്റെ പെർപെൻഡിക്കുലർ ഏരിയ ഏതാണ്? ഈ എ ബി സി ഡി എന്ന് പറഞ്ഞ ഫേസ് അല്ലേ പെർപെൻഡിക്കുലർ ഏരിയ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവിടുത്തെ ഏരിയ എങ്ങനെയാണ്? ഈ ഡിസ്റ്റൻസ് ആർ ഡി ഫൈ. അപ്പോൾ ഏരിയ ഈക്വൽസ് എന്ത് വന്നു? ആർ ഡി ഫൈ ഒരു സൈഡ് കിട്ടി. ഇനി ഈ സൈഡ് ഏതാണ്? ഈ സൈഡ് എത്രയാണ്? ഡി ഇസഡ്. അപ്പോൾ എന്ത് വന്നു? ആർ ഡി ഫൈ ഇൻറ്റു ഡി ഇസഡ് എന്ന്. അപ്പോൾ നമുക്ക് ഏരിയയുടെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ എന്ത് എഴുതാം നമുക്ക്? ആർ ഡി ഫൈ ഇൻറ്റു ഡി ഇസഡ് എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ക്യു ആർ കിട്ടി. ക്യു ആറിൻ്റെ ടൈം അതിനെ നമുക്ക് വേണമെങ്കിൽ ഈ ഏരിയ റീപ്ലേസ് ചെയ്യുന്നത് നമുക്ക് ഇക്വേഷനായിട്ട് എഴുതാം. ക്യു ആർ ഈക്വൽസ് മൈനസ് കെ ഇൻറ്റു ആർ ഇൻറ്റു ഡി ഫൈ ഇൻറ്റു ഡി ഇസഡ് എന്നെഴുതാം. ഓക്കെ, ഇത് നമ്മൾ അതേപോലെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് അതിൻ്റെ കൂടെ ഒരു ഡി ടി ബൈ ഡി ആർ ഉണ്ട്. ഓക്കെ, നമുക്കതിൻ്റെ ഒരു ഇക്വേഷൻ കിട്ടി. ഇനി ഇക്വേഷൻ 3 ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് വേണ്ടിയതാണ് ക്യു ആർ പ്ലസ് ഡി ആർ ആണ്. അപ്പോൾ ക്യു ആർ പ്ലസ് ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രം ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ, നമ്മൾ ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ക്യു ആർ, അതായത് ഫസ്റ്റ് ക്യു ആർ പ്ലസ് ദെൻ ഡെറിവേറ്റീവ് ഡോ ബൈ ഡോ ആർ ഓഫ് ക്യു ആർ ഇൻറ്റു ഡി ആർ. ഇത് വരുന്നത് എങ്ങനെയാണ്? ഫ്രം ടെയ്ലർ സീരീസ് എക്സ്പാൻഷനിൽ നിന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത്. ടെയ്ലർ സീരീസ് എക്സ്പാൻഷൻ, ടെയ്ലർ സീരീസ്. ഓക്കെ, ഇനി ക്യു ആറിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇവിടുത്തെ ക്യു ആറിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ക്യു ആറിനെ തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്, അതിനെ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ ഒരു കാര്യം ചെയ്യുക, ഈ ആർ ഡി ഫൈ ഡി ഇസഡ് എന്നുള്ളത് നമ്മൾ ഏരിയ ആയിട്ട് ഒറ്റ ടൈമായിട്ട് തന്നെ തൊട്ട് മുമ്പിൽ എഴുതിയ പോലെ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പം നമുക്ക് എന്ത് എഴുതാം? ക്യു ആർ പ്ലസ് ഡി ആർ ഈക്വൽസ് എന്ത് എഴുതാൻ പറ്റും? ക്യു ആറിനെ റീപ്ലേസ് ചെയ്ത് മൈനസ് കെ എ ഡി ടി ബൈ ഡി ആർ എന്ന് എഴുതാം. ഓക്കെ, പ്ലസ് എന്ത് വന്നു? ഡോ ബൈ ഡോ ആർ ഇൻറ്റു ക്യു ആർ എന്നുള്ള ടേം മാറിയിട്ട് അവിടെ മൈനസ് കെ എ ഡി ടി ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ എന്ന് വന്നു. ഓക്കെ, നമുക്കിതിനെ തൊട്ട് മുമ്പിലുള്ള ഇക്വേഷനൊന്ന് ഇട്ട് കൊടുത്താലോ? അതിന് മുമ്പേ വേണമെങ്കിൽ നമുക്ക് ക്യു ജി കൂടെ കണ്ടുപിടിച്ച് വെച്ചേക്കാം. അതിനുശേഷം നമുക്ക് ക്യു ജിയും ഡി എച്ച് ബൈ ഡി ടി കൂടെ കണ്ടുപിടിച്ച് ഒരുമിച്ച് നമ്മൾ ഇട്ട് കൊടുത്താൽ എളുപ്പമായിരിക്കും. ഈ ഇക്വേഷൻ നമുക്ക് ഇക്വേഷൻ 4 എന്ന് എഴുതാം. ഓക്കെ ഓക്കെ എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്യു ആർ മൈനസ് ക്യു ആർ പ്ലസ് ഡി ആർ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. എഴുതി അതിൻ്റെ നമുക്കൊന്ന് സോൾവ് ചെയ്യാം. അപ്പോൾ ക്യു ആർ എന്തായിരുന്നു? അതിന് കിട്ടി മൈനസ് കെ എ ഡി ടി ബൈ ഡി ആർ എന്ന് കിട്ടി. ഓക്കെ, ഇനി ഈ ടേം എന്താണ്? നമുക്ക് തൊട്ട് മുമ്പ് കിട്ടി. ആ ടേം എന്താണ്? മൈനസ്, ഈ മൈനസ് അതുപോലെ നമ്മൾ എഴുതി, മൈനസ് ബാക്കി ഈ ടേം ഫുൾ എഴുതുക, മൈനസ് കെ എ ഡി ടി ബൈ ഡി ആർ പ്ലസ് ഡോ ബൈ ഡോ ആർ ഇൻറ്റു മൈനസ് ഈ മൈനസ് കെ എ ഡി ടി ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ. ഓക്കെ, ഇനി നമുക്ക് ഈ മൈനസിനെ മൾട്ടിപ്ലൈ ചെയ്ത് ഒറ്റയടിക്ക് നമുക്ക് ഇക്വേഷൻ എഴുതാം. ഈ ടൈം അതുപോലെ എഴുതി, മൈനസ് കെ എ ഡി ടി ബൈ ഡി ആർ, ഈ മൈനസും എന്തായി? പ്ലസ് ആയി, പ്ലസ് കെ എ ഡി ടി ബൈ ഡി ആർ, അതുപോലെ ഈ മൈനസും കൂടെ പ്ലസ് ആയി. അപ്പോൾ അതൊന്ന് പ്ലസ് ഡോ ബൈ ഡോ ആർ, ഈ ടൈം ഡോ ബൈ ഡോ ആർ ഇൻറ്റു കെ എ ഡി ടി ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ എന്ന് വന്നു. ഓക്കെ, ഇനി നമുക്ക് ഇതിനകത്തുനിന്ന് ഏതൊക്കെ വെട്ടിക്കളയാം? ഈ ടേമും വെട്ടിക്കളയാം. അപ്പം
ക്യു ആർ മൈനസ് ക്യു ആർ പ്ലസ് ഡി ആർ എന്നുള്ള ഇക്വേഷൻ എന്ത് വന്നു? ഡോ ബൈ ഡോ ആർ, അതായത് ഈ ടേം ബാക്കി വെട്ടിപ്പോയി. ഡോ ബൈ ഡോ ആർ ഇൻറ്റു കെ എ ഡി ടി ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷനാണ് നമുക്ക്. അപ്പോൾ ഇനിയും കണ്ടുപിടിക്കാനുള്ളത് ക്യു ജി ആണ്. മെയിൻ ഇക്വേഷനിൽ ഇതാ നമ്മൾ ആദ്യം എഴുതി ക്യു ആർ മൈനസ് ക്യു ആർ പ്ലസ് ഡി ആർ പ്ലസ് ക്യു ജി ഈക്വൽസ് ഡി എച്ച് ബൈ ഡി ടി. ഇതാണ് നമ്മുടെ മെയിൻ ഇക്വേഷൻ. ഈ ഇക്വേഷനിലെ ഈ ടേം നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ക്യു ജി. ക്യു ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹീറ്റ് ജനറേഷൻ. ഹീറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ സ്മോൾ ക്യു ജി ഇൻറ്റു വോളിയമാണ്. ഹീറ്റ് അവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഹീറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു എനർജി കൺവേർഷൻ പ്രോസസ്സ് നടക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഹീറ്റ് ജനറേഷൻ എന്ന് പറയാം. ക്യു ജി ഇൻറ്റു വോളിയം. അപ്പോൾ ഈ എലമെൻറ്റിൻ്റെ വോളിയം എന്താണ്? ഒരു സൈഡ് ആർ ഡി ഫൈ. ഓക്കെ, ആദ്യമേ നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിരുന്നു. മറ്റൊരു സൈഡ് എന്താണ്? ഡി ആർ. അതിൻ്റെ മറ്റൊരു സൈഡ് എന്താണ്? ഡി ഇസഡ്. ഓക്കെ, അപ്പോൾ ആർ ഡി ഫൈ ഡി ആർ ടു ഡി ഇസഡ് എന്ന് വന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ക്യു ജി ഈക്വൽസ് എന്ത് വന്നു? ആർ ഡി ഫൈ. ഓക്കെ, ആദ്യം സ്മോൾ ക്യു ജി ഇൻറ്റു ആർ ഡി ഫൈ ഡി ആർ ഇൻറ്റു ഡി ഇസഡ് എന്ന് വന്നു. ക്യു ജിയുടെ വാല്യൂ നമുക്ക് കിട്ടി. ഇനി നമുക്ക് വേണ്ടിയതാണ് എൻതാൽപ്പി, ചേഞ്ച് ഇൻ എൻതാൽപ്പി, ഡി എച്ച് ബൈ ഡി ടി. ഡി എച്ച് ബൈ ഡി ടി എങ്ങനെ കണ്ടുപിടിക്കാം? ഡി എച്ച് ബൈ ഡി ഈക്വൽസ് എച്ച് ഈക്വൽ ടു എം സി പി ഡെൽറ്റ ടി ആണ്. എം സി പി ഡെൽറ്റ ടി ആണ്. അപ്പോൾ ഇതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? വിത്ത് റെസ്പെക്ട് ടു ടൈം വരുമ്പോൾ നമ്മൾ ആ ഇക്വേഷൻ എങ്ങനെ എഴുതി? എം സി പി കോൺസ്റ്റൻ്റ് ആണ്. എം എന്ന് പറഞ്ഞാൽ മാസ്, സി പി എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റൻറ്റ് പ്രഷർ. ഇനി ഡെൽറ്റ ടി വരുമ്പോൾ ഡി ടി ബൈ സ്മോൾ ടി, ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വിത്ത് റെസ്പെക്ട് ടു ടൈം. ഇനി നമുക്ക് ഈ ഇക്വേഷനെ ഒന്ന് ബ്യൂട്ടി ആക്കാൻ വേണ്ടി മാസിനെ ഒന്ന് മാറ്റാം. എം ഈക്വൽ, മാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെൻസിറ്റി ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയമാണ്. അപ്പോൾ മാസ് എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഡെൻസിറ്റി ഇൻറ്റു വോളിയമിൽ എഴുതാം. ഇനി ഡെൻസിറ്റി ഡി എ മാറ്റി റോ എന്ന് എഴുതാം. റോ അല്ല നോട്ടേറ്റ് ചെയ്യുന്നത്. ഇനി അവിടുത്തെ വോളിയം എന്താണ്? നമ്മുടെ ഈ എലമെൻറ്റിൻ്റെ വോളിയം നമ്മൾ നേരത്തെ എഴുതി വെച്ചിരുന്നു. എന്താണ്? ആർ ഡി ഫൈ ഇൻറ്റു ഡി ആർ ഇൻറ്റു ഡി ഇസഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് എമ്മിൻ്റെ വാല്യൂ കിട്ടി. ആ എമ്മിനെ നമുക്ക് ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഡി എച്ച് ബൈ ഡി ടി എന്നുള്ളത് എന്ത് വന്നു? റോ സി പി. റോ അതുപോലെ എഴുതി, സി പി എഴുതി. എന്നിട്ട് എന്ത് വന്നു? വോളിയം എന്താണ്? ആർ ഡി ഫൈ ഡി ആർ ഇൻറ്റു ഡി ഇസഡ് ഇൻറ്റു ഡി ടി ബൈ ഡി ടി. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷനിലെ എല്ലാ ടേമും കിട്ടി. ഓൾറെഡി നമ്മൾ ക്യു ആർ മൈനസ് ക്യു ആർ പ്ലസ് ഡി ആർ കണ്ടുപിടിച്ചു, ക്യു ജി കണ്ടുപിടിച്ചു, ഡി എച്ച് ബൈ ഡി ടി ചെയ്തു. ഇനി അത് ഡയറക്റ്റ്ലി നമ്മൾ ആ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ആ ഇക്വേഷൻ നമുക്കൊന്നുകൂടി എഴുതാം. ക്യു ആർ മൈനസ് ക്യു ആർ പ്ലസ് ഡി ആർ പ്ലസ് ക്യു ജി ഈക്വൽസ് ഡി എച്ച് ബൈ ഡി ടി. ക്യു ആർ മൈനസ് ക്യു ആർ പ്ലസ് ഡി ആർ നമുക്ക് ഫൈനൽ ആൻസർ എന്ത് കിട്ടിയായിരുന്നു? തൊട്ട് മുമ്പ് നമ്മൾ കണ്ടുപിടിച്ച ഫൈനൽ ആൻസർ എന്ത് കിട്ടിയായിരുന്നു? ഡോ ബൈ ഡോ ആർ ഇൻറ്റു മൈനസ് കെ എ ഡി ടി ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ എന്ന് കിട്ടി. സോറി, ഈ മൈനസ് ഇല്ല, അത് പ്ലസ് ആണ്. ആദ്യമേ നമുക്കത് പ്ലസ് ആയിട്ട് മാറി. ഓക്കെ, ഇത്രയും നമുക്ക് കിട്ടിയായിരുന്നു. ഇനി പ്ലസ് ക്യു ജി എന്ത് കിട്ടി? സ്മോൾ ക്യു ജി. ഈ ക്യു ജി സ്മോൾ ക്യു ജി ഇൻറ്റു വോളിയം എന്താണ് വരുന്നത്? ആർ ഡി ഫൈ ഡി ആർ ഇൻറ്റു ഡി ഇസഡ് എന്ന് വന്നു. ഈക്വൽസ് ഡി എച്ച് ബൈ ഡി ടി എന്ത് വന്നു? നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച് വെച്ചു. റോ സി പി വോളിയം ആർ ഡി ഫൈ ഡി ആർ ഡി ഇസഡ് ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന് വന്നു. ഓക്കെ, ഇനി നമ്മൾ ഈ എ ഉണ്ടല്ലോ, ഈ എ റീപ്ലേസ് ചെയ്തിട്ട് നമുക്ക് എന്ത് എഴുതാം? ആർ ഡി ഫൈ ഇൻറ്റു ഡി ആർ എന്ന് എഴുതാം. ആ ഏരിയ നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഏതാണ്? ക്യു ആർ. അതായത് ക്യു ആർ എൻ്റർ ചെയ്യുന്ന എ ബി സി ഡി ഫേസിൽ കൂടെ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ആർ ഡി ഫൈ ഇൻറ്റു ഡി ആർ ഡി ഫൈ ഇൻറ്റു
ഡി ആർ എന്ന് നമുക്ക് ഓക്കെ. ഇവിടെ ആർ ഡി ഫൈവ് ഇൻറ്റു ഡി ആർ അല്ല, ആർ ഡി ഫൈവ് ഇൻറ്റു ഡി ഇസഡ് ആണ്. ഓക്കെ, ആർ ഡി ഫൈവ് ഇൻറ്റു ഡി ഇസഡ് ആണ്. ഓക്കെ, നിങ്ങളത് നോക്കുമ്പോൾ ആ ഫിഗറിൽ നിന്ന് നോക്കി എഴുതുക. ഓക്കെ, അപ്പോൾ ഈ എ റീപ്ലേസ് ചെയ്ത് നമുക്ക് എഴുതാം ഡോ ബൈ ഡോ ആർ ഇൻറ്റു കെ. അതുപോലെ എഴുതി എക്ക് പകരം എന്ത് എഴുതി, ആർ ഡി ഫൈവ് ഇൻറ്റു ഡി ഇസഡ് ഏരിയയുടെ എഴുതി. ഇനി ഇൻറ്റു ഡി ടി ബൈ ഡി ആർ ഇൻറ്റു ഡി ആർ പ്ലസ് എന്ത് വന്നു, ക്യൂ ജി ഇൻറ്റു ഈ ടൈം അതുപോലെ ആർ ഡി ഫൈവ് ഡി ആർ ഡി ഇസഡ് ഈക്വൽസ് റോ സി പി ഇൻറ്റു ആർ ഇൻറ്റു ഡി ഫൈവ് ഡി ആർ ഡി ഇസഡ് ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന്. ഓക്കെ, നമുക്ക് ഇതിനകത്ത് ഒരു കാര്യം കൂടി ചെയ്യാം. ഇതിൽ നിന്ന് ഡി ഫൈവ് ഡി ഇസഡ് ഡി ആർ കെ അത്രയും സാധനത്തിന് നമുക്ക് കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷൻ കെ ഇൻറ്റു കെ അതേപോലെ നമ്മൾ വെളിയിലെടുക്കുന്നത് ഏതാണ്, ഡി ഫൈയെ വെളിയിലെടുക്കുന്നു, ഡി ഫൈവ് അതുപോലെ ഡി ഇസഡിനെ വെളിയിലെടുക്കുന്നു, ഡി ഇസഡിനെ വെളിയിലെടുക്കുന്നു, ഡി ആറിനെ വെളിയിലെടുക്കുന്നു. ഓക്കെ, നമുക്ക് ആ ഇക്വേഷൻ അപ്പോൾ എന്ത് വരും, ബാക്കി ഡോ ബൈ ഡോ ആർ ഇൻറ്റു എന്ത് വന്നു, ഈ ആർ അതുപോലെ അവിടെ കിടപ്പുണ്ട്, ആർ ഇൻറ്റു ഡി ടി ബൈ ഡി ആർ ഇൻറ്റു ആ ഡി ആർ നമ്മൾ എടുത്തിട്ടുണ്ടല്ലോ പ്ലസ് ക്യൂ ജി ഈ ടൈം ക്യൂ ജി ഇൻറ്റു ആർ ഡി ഫൈവ് ഡി ആർ ഇൻറ്റു ഡി ഇസഡ് ഈക്വൽസ് എന്ത് വന്നു, ഈ ടൈം അതുപോലെ റോ സി പി ആർ ഡി ഫൈവ് ഡി ആർ ഡി ഇസഡ് ഇൻറ്റു ഡി ടി ബൈ ഡി ടി. ഓക്കെ, ഇതിനകത്തു നിന്ന് നമുക്ക് എന്തിനെയൊക്കെ വെട്ടിക്കളയാം, ഡി ഫൈവ് ഡി ഇസഡ് ഡി ആറിനെ നമുക്ക് എല്ലായിടത്തു നിന്നും വെട്ടിക്കളയാം, ഡി ഫൈവ് ഡി ഇസഡ് ഡി ആർ. അപ്പോൾ എല്ലാത്തിടത്തും എന്ത് ബാക്കിയുണ്ട്, ഇവിടെ കെ ബാക്കിയുണ്ട്. ആ ഇക്വേഷൻ ബാക്കിയുള്ളതിനെ നമുക്ക് ഒന്ന് അടുത്ത പേജിലേക്ക് നമുക്ക് എടുത്തെഴുതാം. എങ്ങനെ വരും, കെ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ ഇൻറ്റു ഡി ടി ബൈ ഡി ആർ പ്ലസ് ക്യൂ ജി ഇൻറ്റു ആർ. ഓക്കെ, ബാക്കിയെല്ലാം നമുക്ക് വെട്ടിപ്പോയി, റോ സി പി ഇൻറ്റു ആർ ഇൻറ്റു ഡി ടി ബൈ സ്മോൾ ഡി ടി. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിനെയെല്ലാം കോമൺ ആയിട്ട് നമ്മൾ ഒരു കെ ആർ വെച്ചിട്ട് നമ്മളങ്ങ് ഡിവൈഡ് ചെയ്യാൻ പോവാം. ഓക്കെ, കെ ആർ വെച്ചിട്ട് അതിനു മുമ്പേ നമുക്കൊരു കാര്യം ചെയ്യാം, കെ ആർ വെച്ച് ഡിവൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഈ ഡോ ബൈ ഡോ ആറിന് ഈ ആർ ഇൻറ്റു ഡി ടി ബൈ ഡി ആറിനെ നമുക്കൊന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന റൂള് നമുക്ക് അറിയാം, എന്താണ്, ഫസ്റ്റ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സെക്കൻഡ് പ്ലസ് സെക്കൻഡ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഫസ്റ്റ്. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ചെയ്യാം. എങ്ങനെയാണ്, കെ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഓഫ് ആർ എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് അതുപോലെ എഴുതി ആർ ഇൻറ്റു ഡോ ബൈ ഡോ ആർ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഡി ടി ബൈ ഡി ആർ എന്ന് പറയുന്നത് ഡി സ്ക്വയർ ടി ബൈ ഡി ആർ സ്ക്വയർ പ്ലസ് ഡി ആർ ബൈ ഡി ആർ എന്ന് പറയുന്നത് 1. ഓക്കെ, അതവിടെ എഴുതണ്ട, എന്നിട്ട് ഡി ടി ബൈ ഡി ആർ അവിടെ അതുപോലെ എഴുതി. ഓക്കെ, ഇപ്പം ചെയ്തത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ആണ് ചെയ്തത്, ഈ ആർ ഇൻറ്റു ഡി ടി ബൈ ഡി ആറിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ആണ് ചെയ്തത്. ഓക്കെ, ഓക്കെ, നമുക്ക് ഇത്രയും കിട്ടി. ഇവിടെ നമുക്ക് കോമൺ ബ്രാക്കറ്റ് ഇടാം, പ്ലസ് ഈ ക്യൂ ജി ഇൻറ്റു ആർ അതുപോലെ എഴുതി, ക്യൂ ജി ഇൻറ്റു ആർ ഈക്വൽസ് റോ സി പി ഇൻറ്റു ആർ ഇൻറ്റു ഡി ടി ബൈ ഡി ടി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് ഡിവൈഡഡ് ബൈ കെ ആർ എന്ന് കൊടുക്കാം, ഡിവൈഡ് ബൈ കെ ആർ. അപ്പം കെ ആർ ചെയ്യുമ്പോൾ എന്ത് വരും, ഡോ സ്ക്വയർ ഈ കെ ആറും പോയി, ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് ഇവിടെ എന്ത് വന്നു, ഇവിടെ ആറില്ല, അവിടെ ഒരു 1/r വന്നു, 1/r ഇൻറ്റു
ഡോ ടി ബൈ ഡോ ആർ പ്ലസ് ക്യു ജി ബൈ കെ ഈക്വൽസ് റോ സി പി ഡിവൈഡ് ബൈ കെ. അതായത് ഇവിടെ ഡിവൈഡ് ബൈ കെ ആർ ചെയ്തപ്പോൾ ഈ ആറും ബൈ കെ വന്നു, ഡി ടി ബൈ ഡി ടി എന്ന് പറയും. ഓക്കെ, അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ കിട്ടി. ഇനി നമുക്ക് ഈ റോ സി പി ബൈ കെ നമ്മൾ നേരത്തെ പറഞ്ഞു, കെ ബൈ റോ സി പി എന്ന് പറയുന്നത് നമ്മൾ എന്തെഴുതി, കെ ബൈ റോ സി പി എന്ന് പറയുന്ന ആൽഫ എന്ന് എഴുതാം, തെർമൽ ഡിഫ്യൂസിറ്റി എന്ന് എഴുതാം. ഇവിടെ നമുക്ക് കിടക്കുന്ന റോ സി പി ബൈ കെ എന്ന്, അപ്പോൾ റോ സി പി ബൈ കെ എന്ന് എഴുതി കഴിഞ്ഞാൽ 1 ആൽഫ എന്ന് എഴുതാമല്ലോ. ഓക്കെ, അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്ത് നമുക്ക് 1 ആൽഫ എന്ന് എഴുതിയാം. ഇക്വേഷൻ എന്ന് ചുട്ടിയേക്കാം. ഓക്കെ, ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ആർ ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ പ്ലസ് ക്യു ജി ബൈ കെ ഈക്വൽസ് 1 ആൽഫ ഇൻറ്റു ഡി ടി ബൈ ഡി ടി. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. എന്ത് ഇക്വേഷൻ? 1 ഡയമെൻഷണൽ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ടൈം ഡിപ്പെൻഡൻറ്റ് ഇക്വേഷൻ ഫോർ ഹീറ്റ് കണ്ടക്ഷൻ വിത്ത് ഇൻറ്റേർണൽ ഹീറ്റ് ജനറേഷൻ. ഇത് 1 ഡയമെൻഷണൽ ഇക്വേഷനാണ്. ഓക്കെ, ഇനി നമുക്ക് 1-2 കേസുകൾ നോക്കാം. ഓക്കെ, ഇതിൻ്റെ 3 ഡയമെൻഷനിൽ നമ്മൾ എഴുതുവാണെങ്കിൽ എങ്ങനെ വരും അതിൻ്റെ 3 ഡയമെൻഷനൽ? അത് നമ്മൾ ഓരോന്ന് കണ്ടുപിടിച്ച് ഡിറൈവ് ചെയ്യണം. ഇത് 1 ഡയമെൻഷണൽ ഇക്വേഷനാണ്. ഇനി നമ്മൾ 3 ഡയമെൻഷൻ എഴുതുവാണെങ്കിൽ അതൊന്ന് പഠിച്ചിരിക്കുക, കാണാതെ പഠിച്ചിരിക്കുക. എക്സാംസിന് എഴുതുമ്പോൾ ഡോ ആർ ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ആർ ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ പ്ലസ് 1 ആർ സ്ക്വയർഡ് ഇൻറ്റു ഡോ സ്ക്വയർ ടി ബൈ ഡോ ഫൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ ടി സ്ക്വയർ പ്ലസ് ക്യു ജി ബൈ കെ ഈക്വൽസ് 1 ആൽഫ ഡി ടി ബൈ ഡി ടി. ഓക്കെ, ഇതാണ് 3 ഡയമെൻഷണൽ ഇക്വേഷൻ. തൊട്ട് മുകളിൽ നമ്മൾ കണ്ടുപിടിച്ചത് 1 ഡയമെൻഷണൽ ഇക്വേഷൻ. ഓക്കെ, ഇനി നമുക്ക് ഈ 1 ഡയമെൻഷണൽ ഇക്വേഷനെ ഒന്ന് നമ്മൾ റെഡ്യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊരു 3 കേസ് എടുക്കാം. 1 ഡയമെൻഷണൽ ഇക്വേഷനെ ഞാൻ ഒന്നുകൂടെ ഇങ്ങോട്ട് എടുത്ത് എഴുതുകയാണ്. എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ആൽഫ ഡോ ടി ബൈ ഡോ ആർ പ്ലസ് ക്യു ജി ബൈ കെ ഈക്വൽസ് 1 ആൽഫ ഇൻറ്റു ഡി ടി ബൈ ഡി ടി. ഇതാണ് നമ്മുടെ 1 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ത്രൂ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഇതിനെ ഒരു 3 കേസായിട്ട് എടുക്കാം. ഇനി കേസ് 1-ൽ നമ്മൾ പറയുന്നത് കേസ് 1-ൽ നമ്മൾ പറയുന്നത് സ്റ്റഡി സ്റ്റേറ്റ് ആണ്. ഓക്കെ, സ്റ്റഡി സ്റ്റേറ്റ് ആണ്. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരുന്നത്? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ സ്റ്റഡി സ്റ്റേറ്റ് വരുമ്പോൾ ഹീറ്റ് ട്രാൻസ്ഫർ എന്ന് വരും? ഡി ടി ബൈ ഡി ടി. അത് ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് എന്ത് വരും? 0 വരും. ഓക്കെ, പിന്നെ 1 ഡയമെൻഷനിലാണ്. ഓക്കെ, 1 ഡയമെൻഷനിലാണ്. പിന്നെ ഹീറ്റ് ജനറേഷൻ ഇല്ല എന്ന് പറയുന്നത്. നോ ഹീറ്റ് ജനറേഷൻ. ഓക്കെ, അപ്പോൾ നോ ഹീറ്റ് ജനറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ക്യു ജി ഈക്വൽ ടു 0 എന്നാണ്. അപ്പോൾ ഈ ടേമും 0 ആയി പോകും. ബാക്കി എന്ത് വരും നമുക്ക്? ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1 ആർ ഇൻറ്റു 1 ആർ ഇൻറ്റു, ഇവിടെ ആൽഫ അല്ല, സോറി മിസ്റ്റേക്ക് വന്നതാണ്, ഇവിടെ ആർ ആണ്. ഓക്കെ, 1 ആർ ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ പ്ലസ് എന്ത് വന്നു? ഹീറ്റ് ജനറേഷൻ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വന്നു? പ്ലസ് 0 അവിടെ എഴുതുന്നില്ല. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഈക്വൽസ് 0 എന്ന് എഴുതാം. ഓക്കെ, ഇനി കേസ് 2 എടുക്കുകയാണെങ്കിൽ, മറ്റൊരു കേസ് എടുക്കുകയാണെങ്കിൽ എങ്ങനെ വരും? കേസ് 2-ൽ നമ്മൾ സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുന്നു. സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഡി ടി ബൈ ഡി ടി എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, പിന്നെ 1 ഡയമെൻഷൻ ആ ഇക്വേഷൻ തന്നെയാണ്. പിന്നെ ഹീറ്റ് ജനറേഷൻ ഇല്ല, ഹീറ്റ് ജനറേഷൻ ഉണ്ട് വിത്ത് ഹീറ്റ് ജനറേഷൻ.
വിത്ത് ഹീറ്റ് ജനറേഷൻ. അപ്പോൾ എന്ത് വരും ഇക്വേഷൻ? ഡോ സ്ക്വയർ ടി ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ടി ബൈ ഡോ ആർ പ്ലസ് ഹീറ്റ് ജനറേഷൻ ഉണ്ട്, ക്യു ജിയുടെ ടേം ഉണ്ട്, ക്യു ജി ബൈ കെ ഈക്വൽസ് 0 എന്തുകൊണ്ട് വന്നു? സ്റ്റഡി സ്റ്റേറ്റ് ആയതുകൊണ്ട്. ഇനി നമ്മൾ കേസ് 3 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഒരു കേസ് കൂടെ, ലാസ്റ്റ് കേസ് 3 എടുത്തു കഴിഞ്ഞാൽ അൺസ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറഞ്ഞു. അൺസ്റ്റഡി സ്റ്റേറ്റ് വരുമ്പോൾ ഡി ടി ബൈ ഡി ടി ഈക്വൽസ് നോട്ട് ഈക്വൽസ് 0, അതായത് 0 ആയിരിക്കില്ല. പിന്നെ 1 ഡയമെൻഷനിലാണ്. ഓക്കെ, 1 ഡയമെൻഷണൽ ഇക്വേഷനാണ്. പിന്നെ ഹീറ്റ് ജനറേഷനും ഇല്ല എന്ന് പറയുന്നത്, അവിടെ ക്യു ജി ഈക്വൽ ടു 0 ആവുന്നു. അപ്പോൾ നമുക്ക് ഫൈനൽ ഇക്വേഷൻ എന്ത് വരും? ഡോ സ്ക്വയർ ടി ബൈ, ഇത് നമ്മൾ 1 ഡയമെൻഷണൽ ഇക്വേഷനാണ് എഴുതുന്നത്, കേസിൽ പറഞ്ഞിട്ടുണ്ട്, 1/r ഇൻറ്റു ഡി ടി ബൈ ഡി ആർ ഇൻറ്റു അവിടെ ക്യു ജി 0 ആണ്. ഓക്കെ, 1/α ഇൻറ്റു ഡി ടി ബൈ ഡി ടി. ഓക്കെ, അങ്ങനെ നമ്മൾ കേസ് 3 വെച്ചു. അപ്പോൾ നമ്മൾ 3 ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ നമ്മൾ പഠിച്ചു. ഇത് 3 ഡയമെൻഷണൽ ഇക്വേഷനും അതേപോലെ 1 ഡയമെൻഷണൽ ഇക്വേഷനും സിലിണ്ടറിക്കൽ കോർഡിനേറ്റിൻ്റെ നമ്മൾ പഠിച്ചു. ഇങ്ങനെയാണ് ഇത് ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.